എനിക്കൊന്നും കേക്കണ്ട. നീ കനകവല്ലിയുടെ മോളെ കെട്ടിയാ മതി. അമ്മ പറയണ നീ പോടാ അവിടെ. അമ്മ അമ്മയ്ക്ക് എന്തിനാണ് ആ കനകവല്ലിയുടെ കുടുംബ മഹാത്മ്യം കണ്ടിട്ടല്ലേ അവരെ മോളെ കെട്ടണമെന്ന് പറഞ്ഞത്? അമ്മയ്ക്ക് എന്റെ ആര്യയുടെ കുടുംബ മഹാത്മ്യം അറിഞ്ഞുകൂടാത്തോണ്ടാണ്. എടാ മുടിഞ്ഞാന് നീ ഇപ്പൊ കയറി ഉടക്കിയത് ഇവിടുത്തെ എസ്ഐയുടെ മോന്റെ അടുത്താണ്. അടുത്ത വള്ളി കെട്ടി പിടിച്ചോണ്ട് വന്നാ ഇന്ന ജാമ്യത്തിലൊക്കെ എന്റെ അടുത്ത് കരം തീർത്ത രസീതൊന്നുമില്ല. ഇല്ലെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് അകത്ത് പോയി ഇറക്കും. നിങ്ങളും പണ്ട് കുറെ കയറി ഇറങ്ങിയതന്നല്ല സ്റ്റേഷനിൽ. എന്നാലും അവരെ പറ്റി അന്വേഷിക്കാതെ ഞാൻ കല്യാണത്തിന് സമ്മതിക്കൂല. അതിലിപ്പോ അന്വേഷിക്കാൻ മാത്രം അമ്മ അവരെ കണ്ടു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ ബന്ധം വിട്ടുകളയില്ല. അത്രയ്ക്ക് തങ്കപ്പെട്ട കുടുംബമാണമ്മ. തോളപ്പം വളർന്ന് നോക്കില്ല അടിച്ച് പുരുത്തിളം പോലെ എന്റെ കൈ മാങ്ങറിക്കാൻ പോയല്ലേ. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിനകത്ത് വെച്ച് അയക്കണോന്ന്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. നാട്ടുകാർക്കൊന്നും അറിഞ്ഞൂടല്ലേ. ഒരിക്കലും രക്ഷപ്പെടാൻ പോണ്ട. എടി ഇത്തിരി 200 താടി ഞാൻ വൈകുന്നേരം തരാം. നീ അത് ഇന്നലെ വാങ്ങിച്ച പൈസ എന്നിട്ട് തരാം. തിരിച്ചു തരാൻ പൈസ ഉണ്ടായി നിന്റെ അടുത്ത് ചോദിക്കുമെന്നാ? പോടി ഇങ്ങോട്ട്. ചേട്ടാ പോട്ടാ. അവിടെ എന്തായി? ഒരു പരുവത്തിൽ ഞാൻ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ അവസ്ഥ ഉണ്ടല്ലോ, അമ്മ ഇവിടെ വന്ന് രണ്ടെണ്ണം കൂടെ കൊളാക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. അതിന് ആരമ്മയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പറഞ്ഞു? സ്ട്രീറ്റിന്റെ അറ്റത്തെത്തുമ്പോൾ തന്നെ നാട്ടുകാർ കുടുംബമയം മൊത്തം വിളിച്ച് പറയും. അതാണ് ഈ കല്യാണം നടക്കൂലേ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? അതിനൊക്കെ ഞാൻ ഒരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് വീട് മാറാം. അപ്പൊ തന്നെ പകുതി ചീത്ത പെരുമാറി കിട്ടും. അയ്യോ, പെട്ടെന്ന് വീട് മാറാന്നൊക്കെ പറഞ്ഞ. എടി നമ്മുടെ സൂര്യയുടെ ഇപ്പൊ എബ്രോഡല്ലേ, അങ്ങേരുടെ വീട് ചുമ്മാ അടഞ്ഞു കിടപ്പുണ്ട്. ഞാൻ അങ്ങേരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മൾ എന്തായാലും അങ്ങോട്ട് മാറുന്നു. പിന്നെ തന്തയുടെ അടുത്ത് മോൻ്റെ അടുത്ത് അവിടെ വന്ന് പള്ളി പിടിക്കരുതെന്ന് പറയണം. ചുറ്റും 100 കണ്ണാണ്. എന്നെ നന്നായിട്ട് അറിയാന്നുള്ള ഏരിയയാണ്. അത് ഞാൻ പറയാം. അവിടെ ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ എത്രയും പെട്ടെന്ന് അമ്മയെ വിളിച്ചോണ്ട് പെണ്ണുകാണലിൻ്റെ കാര്യങ്ങൾ റെഡിയാക്കും. ശരി എന്നാൽ പാമ്പ് വരും മുമ്പ് ഞാൻ പോട്ടാ. ഒരു സുഖം പോരാ. എടാ എന്തോ കാണിക്കുന്നത്? അവർക്ക് കൊടുക്കാനുള്ളല്ലേ, അതെടുത്ത് കഴിച്ചിങ്ങനെ കഴുതാം. അതെന്ത്? ഞാൻ തിന്നെ ബാക്കി നിന്റെ മാപ്പിളയും വീട്ടുകാരും തിന്നൂലേ? അവര് വരുമ്പോ ഇമാതിരി കച്ചറ വർത്താനൊന്നും പറയല്ലേ. ഡേ കല്യാണം ആകുമ്പോഴേക്കെ ഈ സോഫയൊക്കെ മാറ്റിയിട്ട് നല്ല കുഷനുള്ള ഒരു സാധനം മേടിച്ചിടണം. പിന്നെ എനിക്കിരിക്കാൻ നല്ലൊരു ചാരുകസേരയും കൂടെ. അച്ഛാ ആദ്യം ഈ പെണ്ണുകാളൊന്നും നടക്കട്ടെ, പിന്നെ അവര് വരുമ്പോ ഒന്ന് നോക്കിയും കണ്ടൊക്കെ സംസാരിക്കണേ. നീ കുറെ നേരമായല്ലേ എന്നെ ഭരിക്കാൻ വരണേ. ഞാനും മാന്യന്മാരെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. നീ കൂടെ എന്നെ പഠിപ്പിച്ചാൻ വരണല്ലേ. അച്ഛ അവര് വന്നോ തോന്നണം. ആഹാ, ഇതാര്? കല്യാണ പെണ്ണ് തന്നെ സ്വീകരിക്കാൻ വന്നാ? ഞാൻ അപ്പോഴേ പറഞ്ഞത് അകത്തിരിക്കാൻ, നിങ്ങൾ വരുമ്പോൾ വിളിക്കാന്ന്. ഇപ്പോഴത്തെ പിള്ളേരല്ലേ. അത് സാരമില്ല. അവിടെ തന്നെ നിന്നാലോ, അകത്തോട്ട് വരണം. ശ്രീധർഷ് ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ടെക്നോ പാർക്കിലെ ഒരു ഇൻഷുറൻസ് കമ്പനിയിലാണ്. ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനെ കൊണ്ട് കെട്ടിക്കണമെന്നായിരുന്നു ആര്യയുടെ അമ്മയുടെ ആഗ്രഹം. പക്ഷെ അത് കാണാൻ അവളില്ലല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ കൂടി ഒരു CBI ഓഫീസറിൻ്റെ ആലോചന വന്നതാണ്. അപ്പോഴാണ് ആര്യ സിയുടെ കാര്യം പറഞ്ഞത്. പിന്നെ അവളുടെ ആഗ്രഹം അതാണെങ്കിൽ അത് തന്നെ നടക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ആര്യയുടെ അച്ഛൻ എന്തായിരുന്നു? ഞാൻ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഇപ്പോൾ BRS എടുത്തു. മോനോ? ഞാൻ ലോജിസ്റ്റിക്സ് കഴിഞ്ഞ് ഇപ്പോൾ ജോലി നോക്കുന്നുണ്ട്. എന്നാ പുറത്തോട്ട് നോക്കായിരുന്നില്ലേ? അതിപ്പോൾ കേസ് ഉള്ളതുകൊണ്ട് പോകാൻ പറ്റൂല. കേസ്? കേസല്ല, ഗ്യാസ്. അവന് ഗ്യാസ്ട്രൈറ്റിസിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ടേ അതാണ്. അതായിരുന്നല്ലേ. അപ്പോൾ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ നടത്തിയാൽ മതിയെന്നാ. ഓക്കെ, ചെറിയ രീതിയിൽ തന്നെ നടത്താം. ഒരു കൺവെൻഷൻ സെൻ്റർ തന്നെ ആയിക്കോട്ടെ. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു 10-2000 പേര് വരും. പിന്നെ നിങ്ങൾ കല്യാണ മണ്ഡപവും കാറ്ററിംഗ് ഒക്കെ ബുക്ക് ചെയ്യായിരുന്നു. നമുക്ക് സൗകര്യത്തിനെ ട്രിവാൻഡ്രം ക്ലബ്ബായിരുന്നെങ്കിൽ വളരെ നന്നായിരിക്കും. അല്ല, കല്യാണ മണ്ഡപം പെണ്ണു വീട്ടാറില്ലേ ബുക്ക് ചെയ്യുന്നത്? അതുമാത്രമല്ല, നമ്മൾ ഡേറ്റും കുറിച്ചിട്ടില്ല. ഞാൻ വെറുതെ ഒരു തമാശ പറഞ്ഞല്ലേ. അതെ അതെ, അച്ഛൻ ഭയങ്കര തമാശക്കാരനാണെന്ന് ആര്യ എപ്പോഴും പറയും. എല്ലാവളും പറയാറുണ്ടല്ലേ കള്ളൻ. ഞാനേ ഒരു രാജകുമാരിയെ പോലെയാണ് അവളെ വളർത്തിയതേ. ഇപ്പൊ ശ്രീധർഷന്റെ കയ്യിലോട്ടങ്ങ് തരികയാണ്. പൊന്നുപോലെ നോയിക്കൊള്ളണേ. അത് പിന്നെ അച്ഛൻ പറയണു, ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. അപ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഇവരുടെ കല്യാണം അങ്ങ് ലളിതമായി നടത്തുന്നു. ഓക്കെ,
തലയൊന്ന് മസാജ് ചെയ്തോ. തലയൊക്കെ പിന്നെ മസാജ് ഒന്ന് എണീറ്റാണ്. എന്നിട്ട് എന്തിനും ആ കെട്ടിപ്പിടിച്ച് കിടക്കാം. പോയാണ് അച്ഛനും അനിയനും ഇപ്പൊ വരും. എന്തിന്? എന്തു പറ്റി? ഇങ്ങനെ പേടിക്കാതെ. ഈ കല്യാണ പിറ്റേന്ന് പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ചെറുക്കന്റെ വീട്ടിലോട്ട് ആരെങ്കിലും വരുന്ന ചടങ്ങുണ്ടല്ലോ, അതിന് വരുന്നത്. ഓ, എൻ്റെ അമ്മൂ, ഞാൻ പേടിച്ചുപോയി. ഇന്ന് നിന്റെ തന്ത അനിയനും കൂടെ കിടന്ന വീട്ടിൽ അലമ്പുണ്ടാക്കി സൂര്യചേട്ട ഇറക്കി വിട്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നിമിഷം ചിന്തിച്ചു പോയി. കല്യാണം കഴിയണവരെ എനിക്കും പേടിയായിരുന്നു. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ലെന്ന് ആര് പറഞ്ഞു? എടി, നിന്റെ അനിയ കാണക്ക് എത്ര വയസ്സായി? 10-25 വയസ്സ് കഴിഞ്ഞില്ലേ? ചിക്കൻ പീസിന്റെ സൈസ് കുറഞ്ഞെന്ന് പറഞ്ഞ് ഇന്നലെ കാറ്ററിങ്ങിന് വന്ന പയ്യനെ പിടിച്ച് അടിച്ചിരിക്കുന്നു. ഇവനെ ഞാൻ എന്തോന്ന് ചെയ്യണം? ഒരു വിധമാണ് സോൾവ് ചെയ്യുന്നത്. അച്ഛന്റെ ഭാഗത്തുനിന്ന് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ലല്ലോ. ഉണ്ടാവാൻ അച്ഛൻ എന്തെങ്കിലും ബോധം വേണ്ടേ? രാത്രിയായപ്പോൾ 12 മണിക്കാരന്മാർ പറഞ്ഞു അടിച്ച് പിറ്റായിട്ട് ഷാമിയാനെ മൂടിക്കൊണ്ട് കിടക്കുന്ന ചേട്ടാ നമുക്ക് സാധനം എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനാണ് പിടിച്ചോണ്ട് ബാത്റൂമിൽ പോയി തലയിൽ കൂടെ വെള്ളം ഒഴിപ്പിച്ചൊക്കെ വിട്ടത്. എവിടെ പോയി കിടക്കണമെന്നോ വല്ല പണയിലും വീണോ വീടെത്തിയോ? സോറി. പാറയൊന്നും ഇരിക്കണ്ട. ഒരു അവര് വന്നെന്ന് തോന്നണം. പിന്നെ ഇതൊന്നും കാണിക്കാൻ നിൽക്കില്ലേ, പെട്ടെന്ന് റെഡി ആയിട്ടോ. ഇത് ആരൊക്കെയാ? വരണം. ഫംഗ്ഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ഇന്നലെ നിങ്ങൾ വരണത് കണ്ട്, പിന്നെ കണ്ടതേ ഇല്ല. അത് പിന്നെ ഞങ്ങൾക്ക് പെട്ടെന്ന് പോണായിരുന്നേ, ഞങ്ങൾ ഉടനെ അങ്ങ് ഇറങ്ങി. ആ മോളെ, ആ അളിയിപ്പ എന്നിട്ടോളാ ഇന്ന് പോണ്ടേ? നിങ്ങളെ പറഞ്ഞു വിട്ടിട്ട് അല്ല, നിങ്ങൾ പോയിട്ട് എനിക്ക് പോണം. മോൻ എങ്ങനെയാ ഓഫീസിൽ പോണേ? അത് ബൈക്കിൽ പോവാ, വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ തീരുമാനം തെറ്റിയില്ല അല്ലേടാ? മോൻ അച്ഛൻ്റെ ഒരു ചെറിയ സമ്മാനമുണ്ട്, ഒന്ന് പുറത്തു പോയി നോക്കിയിട്ട് വാ. എന്തോ വെച്ചാ? നിങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോയി നോക്കിയിട്ട് വാ. അച്ഛാ, വെളിയിലൊരു കാറ്. ഇനി മുതൽ അത് മോൻ്റെ കാറാണ്. അയ്യോ അച്ഛാ, എന്തിനാ ചെയ്തൊക്കെ? മോനെ, നിങ്ങൾ അഭിമാനികളാണ്ട് കല്യാണത്തിന് ശ്രീധനമൊന്നും ചോദിച്ചില്ല. പക്ഷെ അങ്ങനെ അല്ലല്ലോ അച്ഛാ. എന്നാലും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അച്ഛാ. മോനെ, ഇത് ശ്രീധനായിട്ടൊന്നും കാണണ്ട. അച്ഛൻ്റെ ഒരു സന്തോഷം. നിങ്ങളല്ലേ ഉള്ളൂ എനിക്ക്. ഇനി കഴിച്ചിട്ട് സംസാരിക്കാം. ഞാൻ എടുത്തു വയ്ക്കാം. അച്ഛാ, ഒന്നിങ്ങി വന്നേ. ഞാൻ ഇപ്പോൾ വരാം. എന്താണ് വിളിച്ചത്? അച്ഛാ സത്യം പറ, ഇത്രയും കാശ് എവിടെ നിന്ന് കിട്ടി? എടി, ഇതിനധികം പൈസയൊന്നും ആയില്ല. നിന്റെ അമ്മ 50,000 രൂപയുടെ ഒരു FD ഇട്ടിരുന്നില്ലേ, അതങ്ങ് ക്ലോസ് ചെയ്തു. പിന്നെ നാട്ടുകാർ സംഭാവന എന്നെല്ലാം കൂടി ചേർത്ത് 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്ത് വാങ്ങിയതാ. അപ്പൊ ബാക്കി പൈസ EMI അടയ്ക്കണം. രണ്ടുപേർക്കും നല്ല ജോലി ഉണ്ടല്ലോ. അല്ല പിന്നെ നിന്റെ അച്ഛന് പ്രാന്തുണ്ടാടി. ഭാഗ്യം അമ്മ കിടക്കാൻ പോയി. ഇതുപോലെ കേട്ടിരുന്നെങ്കിലല്ല. ഞാൻ എന്തോ നീ അച്ഛൻ ഇങ്ങനെ ഓരോ മണ്ടത്തരം കാണിച്ചു നോക്കി ഇടയ്ക്കിടയ്ക്ക്. കാറിന് EMI കൂടെ അടയ്ക്കണമെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ലോൺ എന്ത് ചെയ്യും? അത് നമ്മൾ തന്നെ അടയ്ക്കണം. അച്ഛൻ വിളിക്കണം. ആ, അടുത്ത വള്ളി കയറി സ്പീക്കറിന്റെ എനിക്ക് കൂടെ കേൾക്കണം. പറയച്ചാ, നാളെ എനിക്ക് കൊട്ടാരക്കര ഗണപതി കോവിൽ വരെ ഒന്ന് പോകണം. നീ ശ്രീയെടുത്ത് രാവിലെ ഒരു 5 മണിക്ക് ഇങ്ങോട്ട് വരാൻ പറ. അല്ലെങ്കിൽ നീ കൂടെ ഇങ്ങോട്ട് പോര്, നമുക്ക് എല്ലാവർക്കും കൂടി പോയിട്ട് വരാം. അച്ഛാ, നാളെ ശ്രീക്ക് ജോലിക്ക് പോണം. എന്ത് ജോലി? നീ ലീവ് എടുക്കാൻ പറയടി. ഹലോ, നീ കുറച്ചു മുമ്പ് എന്തോന്ന് പറഞ്ഞേ? നിന്റെ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് മണ്ടത്തരം കാണിക്കുന്നല്ലേ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബുദ്ധിമായി ഇതാണ്. എടി, നിന്റെ അച്ഛൻ ഇന്ന് ഈ കാറ് വാങ്ങിച്ചു തന്ന വഴി ഇവിടെ ഉള്ള എല്ലാവരുടെ മുമ്പിൽ നല്ല ഉലകമുഖ തന്തയായില്ലേ? പക്ഷേ ഈ കാറിന്റെ ലോൺ അടയ്ക്കുന്ന ആര്? നമ്മള്. നീ നോക്കിക്കോ, ഇന്ന് മുതൽ അങ്ങോട്ട് നിന്റെ അച്ഛൻ എവിടെ പോണെങ്കിലും കൊണ്ടുവിടാൻ പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുള്ളൂ. ഇതിപ്പോ ഒരു പ്രാവശ്യമല്ലേ വിളിച്ചുള്ളൂ. കാറ് വാങ്ങിച്ചു തന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് 1 ദിവസമേ ആയുള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളൂ മോളെ. നമ്മൾ ഇനി കിടന്ന് അനുഭവിക്കും. എന്തോന്ന് കയ്യോ? ചുരുക്കി പറഞ്ഞാൽ നിന്റെ അമ്മ നിനക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന പൈസ പോയി. നാട്ടുകാർ നിന്റെ കല്യാണത്തിന് നിനക്ക് തന്ന പൈസ പോയി. ഇത് രണ്ടും കൂടെ കൂട്ടി ചുളുവിന് ഒരു ഡൗൺ പേയ്മെന്റ് അടച്ച് നിന്റെ അച്ഛനൊരു കാർ ഇറക്കി എനിക്ക് തന്നു. ഓസിനൊരു ഡ്രൈവർ ഇപ്പൊ അച്ഛനായേ. ഇനി ഒന്നുകൂടി ചുരുക്കി പറഞ്ഞ 5 പൈസ ചെലവില്ലാതെ നിന്റെ അച്ഛൻ എവിടെ വേണമെങ്കിലും ഇനി പോവാം. ശുഭം. നീ എന്തൊക്കെ പറഞ്ഞാലും ഇത് നടക്കൂല. എടി, ഞാൻ ഒരു അലമ്പും കാണിക്കൂലടി, പ്ലീസ്. ഓ, ഞാൻ അത് വിശ്വസിക്കണായിരിക്കും. എടി പ്ലീസ്. അല്ല ചേച്ചി, പ്ലീസ് ചേച്ചി, പ്ലീസ്. ഞാൻ ഒന്ന് നോക്കാം.
എടാ അവ ഇപ്പൊ വിളിച്ചിരുന്നു. ആ, എന്തെങ്കിലും വള്ളി പിടിച്ച് സ്റ്റേഷനിൽ നിൽക്കുകയാണ് ജാമ്യത്തിൽ ഇറക്കാൻ പോണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കൂല. എടാ അതല്ല, നിന്റെ ഒരു ഫ്രണ്ടില്ലേ ഫാർമസ്യൂട്ടിക്കൽ ഡിസ്ട്രിബ്യൂഷനുള്ള അഭിലാഷ് ഏട്ടൻ? ആ വിലാസേട്ടൻ്റെ അടുത്ത് അവൻ വള്ളി പിടിച്ചേ, ആ വേട്ടവള്ളിന്റെ തലയടിച്ച് പിടിക്കുന്നു പറ. എടാ അതൊന്നും അല്ല, പറയണൊന്ന് കേക്ക്. പുള്ളിയുടെ കമ്പനിയിൽ സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ഒഴിവുണ്ടെന്ന് പറഞ്ഞു. അതിന് അല്ല, നിനക്ക് അവനൊന്ന് അവിടെ കയറ്റാൻ പറ്റുമോ? ആ ബെസ്റ്റ്. എന്നിട്ട് വേണം ഉള്ള കിടക്കപ്പുറത്തേയും കൂടെ പോവാൻ. എടാ അവനിപ്പോൾ ഒരു കുഴപ്പമില്ല, ഒത്തിരി മാറി. ആ മാറി മാറി മാറി. എന്റെ ഓഫീസിന്റെ ഫ്രണ്ടിലുള്ള ബിവറേജിന്റെ മുമ്പേ നിൽക്കുന്ന അണ്ണാച്ചിയുടെ അടുത്ത് മുട്ട വെന്തില്ലെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത് അടിയുണ്ടാക്കണം കണ്ടിട്ട് 2 ദിവസമായില്ല. ആ അവൻ മാറിയെന്ന് ഞാൻ വിശ്വസിക്കണമായിരിക്കും അല്ലേ? എടാ ചെറുപ്പത്തിലെ അമ്മ പോയി, അച്ഛനും ഇങ്ങനെയായി, അതുകൊണ്ടാണ് അവ ഇങ്ങനെ വഴിതെറ്റിപ്പോയത് എന്നും പറഞ്ഞ് എനിക്ക് അവനെ ഉപേക്ഷിക്കാൻ പറ്റുമോ? എനിക്ക് നീയല്ലേ ഉള്ളൂ ഇതൊക്കെ പറയാൻ. എനിക്ക് വേണ്ടി നീ പുള്ളിയോടൊന്ന് സംസാരിക്കാൻ. അയ്യേ, അതിനെന്തിനാണ് ഇപ്പൊ കരയണേ? നോക്ക്, ഞാൻ സംസാരിക്കാം. പക്ഷെ അവൻ്റെ അടുത്ത് വേറെ പള്ളിയൊന്നും പിടിക്കരുതെന്ന് പറയണം പ്ലീസ്. അത് ഞാൻ പറഞ്ഞോളാം. പോട്ടെ. ചേട്ടാ ഈ സ്റ്റോക്ക് ലിസ്റ്റ് കറക്റ്റ് അല്ലേ? ഇത് കറക്റ്റാടാ. ഓക്കെ, ഓ പണിയൊക്കെ പഠിച്ചല്ലോ. ആടാ, ആ എന്നാ നമ്മുടെ പയ്യെ എങ്ങനെയുണ്ട്? ഒരു കുഴപ്പമില്ലടാ, അവ ഓക്കെയാ. ആ അല്ല, ചെറിയ കുരുത്തക്കേടുണ്ട്, ഒന്ന് നോക്കിക്കോണേ. എടാ അവ ഇവിടെ കിടന്ന് എന്തോ കാണിക്കാനാടാ. അടിപ്പം തന്നെ അവൻ്റെ അച്ഛൻ ചോറ് കൊണ്ട് കൊടുത്തിട്ട് പോയതേ ഉള്ളൂ. അത് ശരി, നേരിട്ട് കണ്ട അച്ഛനും മോനും ഗീരി പാമ്പ് ഒക്കെ ആയിരുന്നു, ഇപ്പൊ ചോറൊക്കെ കൊണ്ട് കൊടുക്കാൻ തുടങ്ങിയ. നന്നായി. ശരിയെന്നാ, നടക്കട്ടെ കാര്യങ്ങള്. ശരിയടാ, ഓക്കെ. ശ്രീ ശ്രീ ഒന്ന് ഇറങ്ങിക്കേ, എന്തിനീ? ഒന്ന് ഇറങ്ങ്. എന്തോന്നടി, ഒന്ന് ആസ്വദിച്ച് വന്നേണ്. നിനക്ക് അപ്പുറത്ത് വല്ലതും പൂടി അച്ഛൻ വന്നു. എന്ന് നിനക്ക് അതാ ആദ്യം പറഞ്ഞൂടെ കഴുതേ? ആ അച്ഛാ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്ന് വിളിച്ചോണ്ട് വരുമായിരുന്നല്ലേ. ഇങ്ങോട്ട് വന്ന് വന്നിരുന്നേ, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്തു പറ്റിയാ? മോനെ, ഞാൻ ഒരു കാര്യം അറിഞ്ഞപ്പോൾ കയ്യോടെ വന്ന് മോനെടുത്ത് സംസാരിച്ചിട്ട് പോകാന്ന് വെച്ച് വന്നതാണ്. അച്ഛൻ കാര്യം പറയണം. മോനെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുണ്ട്. ഭാര്യയുടെ അനിയനായിട്ടല്ലോ, സ്വന്തം അനിയനായിട്ട് കരുതിയിട്ടല്ലേ മോൻ അവന് വേണ്ടി ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തത്. ഇപ്പം അവന് നല്ല മാറ്റമുണ്ട്. പഴയ കൂട്ടുകെട്ടില്ല, തല്ലും പിടിയൊന്നുമില്ല. എല്ലാം മോൻ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു ചേർന്നതിന് ശേഷമുള്ള ഐശ്വര്യമാണ്. അങ്ങനെയൊന്നുമില്ല അച്ഛാ. പിന്നെ ഞാൻ രണ്ടുപേരത്തോടെ ചോദിക്കുകയാണ്, മോൻ എന്നും ഇങ്ങനെ ഇൻഷുറൻസ് കമ്പനിയായിട്ട് നടന്നാൽ മതിയോ? അത് ഞാനും പറയാറുണ്ട് അച്ഛാ, എന്തെങ്കിലും ഒരു സൈഡ് ബിസിനസ് തുടങ്ങാൻ. അതിപ്പോ അച്ഛാ തുടങ്ങണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അതിന് കയ്യിൽ ഫണ്ട് വേണ്ടേ? എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം. എൻ്റെ ഒരു പഴയ ഫ്രണ്ട് കാർ സർവീസ് സെൻ്ററിൻ്റെ ഒരു ഫ്രാഞ്ചൈസി കൊടുക്കുന്നുണ്ട്. 20 ലക്ഷം രൂപയാണ് അവർ ചോദിക്കുന്നത്. അയ്യോ അച്ഛാ, ഇത്രയും കാശൊക്കെ എന്ന് പറഞ്ഞാൽ? ഇത്രയും പൈസ മോൻ്റെ അടുത്ത് കാണില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഷെയർ കിട്ടിയ ഒരു പുരയിടമുണ്ട്. അത് പണയം വെച്ചാൽ എങ്ങനെ പോയാലും 15 ലക്ഷം രൂപ കിട്ടും. ബാക്കി ഒരു 5 ലക്ഷം രൂപ മോൻ സംഘടിപ്പിച്ചാൽ മതി. അച്ഛൻ വിചാരിക്കുന്ന പോലെ ഒരു സേവിങ്സ് ഒന്നും എൻ്റെ കയ്യിൽ അല്ല. ഇപ്പൊ 15 ലക്ഷം അച്ഛൻ കിട്ടുമെന്നൊക്കെ പറയുന്നു, എന്നാലും ഇത് അച്ഛൻ്റെ ആകെയുള്ളൊരു സമ്പാദ്യമല്ലേ? മക്കളെ, അച്ഛൻ ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തു തരാൻ പറ്റിയിട്ടില്ലല്ലോ. ഈ കല്യാണ ചെലവ് പോലും മൊത്തം നീയല്ലേ നോക്കിയത്. നിൻ്റെ അച്ഛനെന്ന നിലയ്ക്ക് ഞാൻ ഇതെങ്കിലും ചെയ്തു തരണ്ടേ മക്കളെ? നിന്നെ കെട്ടിയത് ഞങ്ങളുടെ ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥയോ? ശ്രീ ഒന്നി വന്നേ. ഒരു മിനിറ്റ്. ഇങ്ങനെ ചുമ്മാ നിൽക്കാനാണ് വിളിച്ചിട്ട് വന്നത്? എടാ, നീ എനിക്ക് കല്യാണത്തിന് വാങ്ങിച്ചെന്ന് ഗോൾഡ് പണയം വെച്ചാൽ ഈ 5 ലക്ഷം രൂപ സെറ്റാക്കാൻ പറ്റൂലേ? പോടി അവിടെ നിന്ന്. നമുക്ക് ആ പടമുള്ള സമ്പാദ്യമാണ്, ചുമ്മാ അറിയാവുന്ന ശരിയാവില്ല. എടാ, അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ സംസാരിക്കുന്ന ആളുമല്ല. 2-3 മാസമായിട്ട് രണ്ടുപേരും കൂടി നടത്തി. അവൻ കറക്റ്റായിട്ട് ജോലിക്കും പോകുന്നുണ്ട്. ഈ ബിസിനസ് തുടങ്ങിയാൽ അച്ഛൻ അതിൽ ഫുള്ളി എൻഗേജ്ഡ് ആവും. വേണമെങ്കിൽ നമുക്ക് അവനെ ഇതിൽ കയറ്റാമല്ലോ. എന്തായാലും നമ്മുടെ മേൽനോട്ടത്തിലായിരിക്കുമല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത്.
റെഡി? എപ്പോ? ശരി ശരി, ഞാൻ എന്താ വരുന്നത്, സമാനപ്പെടും. നമ്മളിനി എന്ത് ചെയ്യും മക്കളെ? എനിക്ക് മാത്രം എന്ത് ഇങ്ങനെ ഒരു വിധി? അച്ഛൻ പറയണേക്ക് ഇച്ചിരി വെള്ളം കുടിക്കുക. എനിക്ക് വെള്ളവും വേണ്ട, ഒന്നും വേണ്ട. അച്ഛ ഒന്ന് സമാധാനപ്പെട്, നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ശ്രീ ഒന്ന് വരട്ടെ. ആര്യ എന്തു പറ്റി? അച്ഛൻ ഇറങ്ങിക്കോ, ഒരു ഓട്ടോ പിടിച്ചു പോ. എൻ്റെ ഫ്രണ്ടിനെ കാണണം. അത് പണയം പറ്റില്ല, ഞാൻ നിൽക്കും, ഒത്തിരി പരിപാടികളാണ്, പെട്ടെന്ന് നീ വരണം. ഓ വരാം. അയ്യോ അയ്യോ എന്റെ ബായ് എന്നെ കൊല്ല. അയ്യോ എന്റെ ബായ് ആരെ ഓടി വരണേ? അയ്യോ 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 ഓടി വരണേ. എനിക്കിനി ജീവിക്കണ്ട. എനിക്കിതുവരെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ആ കൂടെയുള്ള സമ്പാദ്യം കൂടെ ഞാൻ കൊണ്ട് തുലച്ചു. എന്റെ ജീവിതം എനിക്ക് മടുത്തു. ശ്രീ, ഇതെപ്പോൾ തുടങ്ങിയ കരച്ചിലാണെന്നറിയോ? നമുക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? എടി എന്തെങ്കിലും ചെയ്യണ്ടെന്ന് ചോദിച്ചാൽ പോലീസ് കംപ്ലൈന്റ് കൊടുത്താ? ഇല്ല ചേട്ടാ, അവിടെ CCTV ഒന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ എന്തെന്ന് വെച്ച് കംപ്ലൈന്റ് കൊടുക്കാൻ? എടാ എന്നും പറഞ്ഞാൽ അത് വിടാൻ പറ്റുമോ? അച്ഛ ഒരു കാര്യം ചെയ്, ശ്രീയുടെ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈന്റ് കൊടുക്ക്. ഈ ചേച്ചി എന്തോന്ന് പറയുന്ന? അച്ഛൻ ഒന്നാം നമ്പർ പ്ലേറ്റ് നോട്ട് ചെയ്തിട്ടില്ല. പിന്നെ ആരെന്ന് പറഞ്ഞ് കേസ് വെക്കാൻ? എടാ ഓരോന്ന് പറഞ്ഞോണ്ടിരുന്ന ഇങ്ങനെ ഇരിക്കാനേ പറ്റൂ. ഹലോ, എടാ നാറി, നീ എന്തിനു വിചാരിച്ച് മുക്ക് പണ്ണ തന്ന ആളെ പറ്റിക്കാന്നാ? ഇന്ന് രാത്രി എന്റെ പൈസ കിട്ടിയില്ലെങ്കിൽ എടാ ദുഷ്ട, എന്റെ മോക്ക് നീ മുക്കുവണ്ണം കൊടുത്ത് പറ്റിക്കായിരുന്നല്ല? നാണം ഉണ്ടടാ നിനക്ക് സ്വന്തം ഭാര്യയ്ക്ക് മുക്കുവണ്ണം കൊടുക്കാൻ? അത് മുക്കുകൊണ്ടോണെന്ന് അച്ഛൻ്റെ അടുത്ത് ആര് പറഞ്ഞു? തട്ടിപ്പറിച്ചോണ്ട് പോയ കള്ള അത് ഉരച്ചു നോക്കിയിട്ട് അച്ഛനെ വിളിച്ച് പറഞ്ഞ അത് മുക്കുകൊണ്ടാണെന്ന്. ചേട്ടാ സോറി ചേട്ടാ, പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ പ്ലീസ്. മാറില്ല, നീ എന്തോ വിചാരിച്ചു ഞാൻ ഒന്നും അറിയില്ലെന്നാ? എടാ വൈകിട്ട് ജോലി കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് വരണം കേട്ടാ. ഓടി ഇവിടെ കറങ്ങി കിടക്കാതെ. ശരി. മോ എവിടെയാണല്ലോ ജോലി ചെയ്യണം. വിനോദേ, ഇനി അവിടെ കയറി വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് ദയവ് ചെയ്ത്. മര്യാദയ്ക്ക് പലിശയും മുതലും ചേർത്ത് 15 ലക്ഷം രൊക്കം ഒരാഴ്ചക്കകത്ത് തന്നില്ലെങ്കിൽ നീയും നിന്റെ മോനും എണ്ണീറ്റ് നടക്കൂല മര്യാദയ്ക്ക്, മനസ്സിലായ? എടാ നിന്റെ അമ്മായച്ചനൊരു 10-15 ലക്ഷം രൂപയുടെ കടമുണ്ട് കേട്ടോ. എടാ ഇപ്പൊ ഇവിടെ ഒരുത്തൻ അടിക്കാൻ വന്ന് പിടിച്ച്. നീ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഈ വള്ളി നിനക്ക് തന്നെ വരാനാ സാധ്യത. നീ ഒന്ന് സൂക്ഷിച്ചോ കേട്ടോ. അച്ഛാ, മണി നമ്മുടെ പ്ലാനിന് സെറ്റാണ്. ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളണം, CCTV ഒന്നും ഇല്ലാത്ത സ്ഥലത്തായിരിക്കണം നമ്മുടെ ഓപ്പറേഷൻ നടത്തേണ്ടത്. പക്ഷെ അച്ഛാ, ഇത് മാത്രം പണം വെച്ചാൽ നമുക്ക് അയാളെ സെറ്റിലാക്കാൻ പറ്റില്ലല്ലേ? തൽക്കാലം ഇത് കൊടുത്ത് അയാളെ സമാധാനിപ്പിക്കാം, ബാക്കി എന്താ ചെന്ന് നോക്ക്. ഓക്കെ ഓക്കെ ഓക്കെ. ആ എടാ ഇളയ, ഇവിടെ എല്ലാം സെറ്റായി കേട്ടാ. നീ വേണോ? വാ 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 വാ. ഓക്കെ. എന്റെ മുമ്പേ കിടന്ന് രണ്ടും കൂടെ നന്മവരം കളിച്ചാൽ ഞാൻ ഇത് വിശ്വസിക്കുന്നു കരുതിയ. ശ്രീ, അപ്പൊ നമ്മുടെ ഗോൾഡോ? അരിയ, നിനക്ക് ഇവരുടെ ഉടായ്പ മനസ്സിലാക്കാനുള്ള കഴിവില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഒറിജിനലിനെ പറ്റി ഞാൻ മുക്കുകൊണ്ട വെച്ചത്. ഈ ലൈഫിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നന്നാവുമെന്ന് ഞാൻ വിചാരിച്ചു. എവിടെന്ന്? എടി, ഇവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ആ ജീവൻ അന്ന് നമ്മളെ ഊറ്റി ജീവിക്കുക. അതിനുവേണ്ടി എന്ത് കച്ചറ പരിപാടി അവർ കാണിക്കും. മേലാളി മോളാണ് ചേച്ചിയാണെന്ന് പറഞ്ഞ് ഈ പടി ചവിട്ടിയ സ്വന്തം ബന്ധമൊക്കെ ഞാനങ്ങ് മറക്കും. അല്ലെങ്കിൽ തന്നെ ഇനി എന്ത് ബന്ധം? ഇതോടെ തീർന്നല്ല. ഇനി എന്റെ കൺപെട്ടത്ത് വരരുത് രണ്ടും.
മോനെ എൻ്റെ നിവൃത്തികേട്. ഒരക്ഷരം മിണ്ടരുത്, ഇറങ്ങി വീട്ടിൽ നിന്ന് രട്ടു. നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് ഒരു ആവശ്യം വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവരെ സഹായിക്കണം. പക്ഷെ അതേസമയം അവർ നമ്മുടെ സ്നേഹത്തെ മുതലെടുക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അവിടെ അന്തസ്സായിട്ട് നോ പറയാനും നമ്മൾ പഠിക്കണം. സ്നേഹത്തിൻ്റെയും ബന്ധത്തിൻ്റെയും പേരും പറഞ്ഞ് സ്വന്തം ആവശ്യങ്ങൾ മാത്രം നേടാൻ ശ്രമിക്കുന്നത് അതൊരിക്കലും സ്നേഹമല്ല, അതൊരു തരം കച്ചവടമാണ്. ഇത്തരം ആൾക്കാരുമായിട്ട് ഇടപഴകുമ്പോൾ അതിന് എത്ര വലിയ രക്തബന്ധമാണെന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി ബൗണ്ടറി വെക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ബൗണ്ടറി വെക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല, മറിച്ച് അതൊരു സ്വയം രക്ഷയാണ്. സോ ഇനിയെങ്കിലും കടമയുടെയും സ്നേഹത്തിൻ്റെയും പേരിൽ നാട്ടുകാർക്കും വീട്ടുകാർക്കും ചൂഷണം ചെയ്യാം നമ്മൾ നിന്നു കൊടുക്കുകയായിരിക്കും. കാരണം നമ്മളെ ഉപയോഗിക്കുന്നവരെ, നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും പലരുടെയും ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്ന